എക്സൽ മീഡിയ ടിവി പ്രസൻസ് പാട്ട് കേൾക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എക്സൽ മീഡിയയുടെ പാട്ട് കേൾക്കാം എന്നുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നാം എപ്പോഴും ജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ കർത്താവ് ജയിച്ചവനും ജയാളിയുമാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കാൽവരി ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യ കാഴ്ചയാക്കി തീർത്ത ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന സകല നാവിനെയും നീ കുറ്റം വിധിക്കും. ഇത് യഹോവയുടെ ദാസന്മാരുടെ അവകാശവും അവൻ്റെ പക്കൽ നിന്നുള്ളവരുടെ നീതിയുമാണ്. ദൈവിക നീതിയാണ് ദൈവമക്കളുടെ ജയമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരാജയം അനുഭവിച്ച് പരാജയത്തിൻ്റെ നൊമ്പരത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ ഗാനം നാം ചേർന്ന് പാടുമ്പോൾ, ഇത് ശ്രവിക്കുമ്പോൾ, ജയത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കുക തന്നെ ചെയ്യും, ഒരു വലിയ മാറ്റം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹാം എൻ നാഥൻ, ചെങ്കടലിൻ മധ്യേ വഴിയൊരുക്കിയ നമ്മുടെ കർത്താവിനെ ഈ പാട്ടിലൂടെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, ബലവാനെ അവൻ തകർക്കുക തന്നെ ചെയ്യും. സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. വിശ്വാസത്തോടു കൂടെ നമുക്ക് ഈ ഗാനം ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. 1998 ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഗാനം എഴുതുവാൻ എനിക്കിടയായി തീർന്നത്. ഫറവോൻ എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ദൈവമക്കളുടെ നന്മയെ അടച്ചു വെച്ച് അനവധി വർഷങ്ങൾ ദൈവജനത്തെ തടവിലാക്കി അവർക്കൊരു വിധത്തിലും പുറത്തു വരാൻ കഴിയാതെ വണ്ണം ഭീകരമായിരിക്കുന്നൊരു സാഹചര്യത്തിൽ അവരായിരിക്കുമ്പോൾ മോശ മുഖാന്തരം ദൈവം തൻ്റെ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ചതായിട്ട് ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സാധാരണ ഒരു അവസ്ഥയിലൂടെ അല്ല ഇസ്രായേൽ കടന്നു വരുന്നത്. മരുഭൂ പ്രയാണമാണ്, പാറക്കോട്ടകളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും ഭീകരമായിരിക്കുന്ന അവസ്ഥ തങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്ന വലിയൊരു ചെങ്കടലാണ്. പിറകിൽ ഫറവോനും സൈന്യവും ശക്തിയോടെ വ്യാപരിക്കുകയാണ്, അവർ പാഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ മുൻപോട്ടുള്ള പ്രയാണത്തിൽ, വാഗ്ദത്ത നാട്ടിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പലപ്പോഴും നമ്മളെ പിന്നിൽ നിന്ന് വേട്ട നായ്ക്കളെ പോലെ കൂട്ടം കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ ഇടയുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെങ്കടലിൻ്റെ മധ്യയെ വഴി ഒരുക്കി തൻ്റെ ജനത്തെ വഴി നടത്തിയ ഒരു ദൈവം, വഴി ഒരുക്കിയിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് മാറി നിന്ന കർത്താവിനെ അല്ല നമ്മൾ സേവിക്കുന്നത്. വഴി ഒരുക്കി വഴി നടത്തുന്ന ഒരു ദൈവം ഇന്ന് നമ്മൾ തിരിച്ചറിയുക. വഴിയൊരുക്കുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് വഴി നടത്തുവാനും മതിയായൊരു ദൈവം. നിങ്ങൾ എന്തെങ്കിലും ദൈവനാമത്തിന് വേണ്ടി ആരംഭിച്ച വ്യക്തിയായിരിക്കാം, പ്രവർത്തനങ്ങൾ ആരംഭിച്ച വ്യക്തിയായിരിക്കാം. അവിടെ വഴി നടത്തുവാൻ, ചെങ്കടലിൽ വഴി ഒരുക്കുക മാത്രമല്ല, വഴി നടത്തുക മാത്രമല്ല, മറുകര എത്തിക്കുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് സാഹചര്യമായിട്ട് അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ ദൈവം ശക്തനാണ്. അവൻ മതിയായവൻ തന്നെയാണ്. ആമേൻ. ശത്രു പിന്നാലെ വന്നാലും ആ നേരത്തിലും അവൻ്റെ കരം നമുക്കായി തുറക്കുന്ന കരമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ നമുക്ക് വേണ്ടി തൃക്കൈ തുറക്കുന്ന ദൈവമാണ്. അവൻ വാരി വിതറി തൻ്റെ ഭക്തന്മാർക്ക് തരുന്ന ദൈവമാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഗാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 98 ഈ ഗാനം എഴുതുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആ കാലഘട്ടത്തിൽ അനേക ഇടങ്ങളിൽ ശക്തമായ ആരാധന നടക്കുകയാണ്. പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറുന്നത് പ്രത്യക്ഷമായി കണ്ട കാലഘട്ടമുണ്ട്. ഇന്നും അതേ അനുഭവത്തിൽ നിൽക്കുന്ന അനേക ഇടങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത്, ആമേൻ, നമുക്ക് വിരോധമായി ആഭിചാരങ്ങളും മന്ത്രങ്ങളും അങ്ങനെയുള്ള പല പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുന്നതിൻ്റെ മധ്യത്തിലാണ് നമ്മളിന്ന് തിരിച്ചറിയാതെ പോകരുത്. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ,
ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾക്ക് വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അപ്പം ക്ഷുദ്രം എന്നൊരു വാക്ക് തിരുവഴുത്തിനകത്തുണ്ട്. അപ്പോൾ അതിലൂടെ അനേക ഇടങ്ങളിൽ അനേകരും മയങ്ങിക്കിടക്കുന്ന പോലെ ആയിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ഒരു നല്ല പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം പറയുകയായിരുന്നു, യാത്രാമധ്യേ പെട്ടെന്ന് മയക്കം പോലെ വന്നു, വാഹനത്തിൽ നിന്ന് സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ വീണു, അദ്ദേഹത്തിൻ്റെ ബോധം പോയി, കൈകാലുകൾ കണ്ടവാനം മുറിഞ്ഞു. അദ്ദേഹം പറയുകയായിരുന്നു, ബ്ലീഡിങ് ഭയങ്കരമായിട്ടുണ്ടായി. ഡോക്ടർമാർ പറഞ്ഞു വളരെ പ്രതിസന്ധി, എന്നാൽ തൊട്ടടുത്ത ദിവസം ബ്ലീഡിങ് പോലും നിന്നുപോയി. കാരണം അദ്ദേഹം പറയായിരുന്നു, എൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന അനവധി പേരായി. അദ്ദേഹം പറയായിരുന്നു, പ്രത്യക്ഷമായ രീതിയിൽ ആഭിചാരം ആമൻ ചെയ്ത് തൻ്റേതായിരിക്കുന്ന മേഖലകളിൽ പലയിടത്തും നിക്ഷേപിച്ചത് ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കണ്ടു. ഞാനിത് ഓർപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതത്തിൻ്റെ നന്മയെ അടച്ചു വെച്ചിരിക്കുന്നത് ദുഷ്കർമ്മങ്ങളും ആഭിചാരങ്ങളും ആയിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ ഗാനം കേൾക്കുമ്പോൾ മന്ത്രവാദത്തെ തകർക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ രക്തത്താൽ വീണ്ടെടുത്തവൻ നമ്മളെ ഒരിക്കലും വഴിയിൽ കൈവിടത്തില്ല. ഏത് ദുഷ്ട ശക്തിയുമായിട്ട്, ഏത് പൈശാചിക തലങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട്, ആമേൻ, ഹല്ലേലൂയ, ഫറവോന്യ മന്ത്രങ്ങളെ തകർത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഏത് ദുഷ്ടതലവുമായിട്ട് നിശ്ചയമായിട്ടും, ഞാൻ ഉറപ്പോടെ പറയുക, നിശ്ചയമായിട്ടും യേശുവിൻ്റെ നാമത്തിൽ നമുക്കതിന്മേലൊരു ജയമുണ്ട്. തിരുവെഴുത്ത് പറയുന്ന പോലെ ഫലിക്കയിലെ ആയുധങ്ങൾ നമുക്കെതിരായി, പ്രിയപ്പെട്ടവരെ, നമുക്കെതിരായിട്ട് ഒരുക്കുന്ന, വിശ്വാസത്തോടെ നിൽക്കുന്ന, ദൈവകൃപയിൽ നിൽക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയോട് ഞാൻ പറയട്ടെ, ആമേൻ, സാത്താൻ അയക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവാകുന്ന സേനാനാഥൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഒരായുധവും ഫലിക്കത്തില്ല. എന്നോട് ചേർന്ന് പറയാമോ? ഒരായുധവും ഫലിക്കത്തില്ല. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എൻ്റെ കുടുംബത്തിന് വിരോധമായി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി, എൻ്റെ ജീവിത പങ്കാളിക്ക് വിരോധമായി, എൻ്റെ ബിസിനസ്സിന് വിരോധമായി, എൻ്റെ ജോലിക്ക് വിരോധമായി, ആമേൻ, എൻ്റെ സ്ഥലങ്ങൾക്ക് വിരോധമായി, എല്ലാറ്റിലുപരി എൻ്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ദൈവം നിങ്ങളെ മാനിക്കും. ലക്ഷങ്ങളുടെ കടവുമായിട്ട്, ഞാൻ ഒരു ചർച്ചിലെ പാസ്റ്ററാണ്, ലക്ഷങ്ങളുടെ കടവുമായിട്ട് പലരും ചർച്ചിൽ വന്നിട്ടുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അനേകരെ കർത്താവ് വിടുവിച്ചു. ഒറ്റ കാര്യമേ ഉള്ളൂ, അവരോട് ഞാൻ പറയുന്ന ഒറ്റ വിഷയമേ ഉള്ളൂ, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, കർത്താവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. ഒരു പ്രാർത്ഥനയ്ക്ക് വന്നു പോയി എന്നുള്ളതല്ല നമ്മുടെ ജീവിതം, അല്ല, അതിലുപരിയായിട്ട് യേശുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിലനിന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും, ആമേൻ, ഹല്ലേലൂയ, ചെങ്കടലിൻ്റെ മധ്യേ വഴി തുറന്ന് വഴി നടത്തി മറുകര എത്തിച്ച് തൻ്റെ ജനത്തെ കനാൻ ദേശത്ത് എത്തിച്ച സർവശക്തനായ ദൈവം, വിളിച്ചവൻ വിശ്വസ്തനായ നമ്മുടെ കർത്താവ്, ആ വിശ്വസ്തനായ ദൈവം നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഈ ഗാനങ്ങളോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഫറവോനെ തകർത്ത നാഥൻ, യാഹവൻ നാഥൻ, ഫറവോനെ തകർത്ത നാഥൻ, യാഹവൻ നാഥൻ, ചെങ്കടലിൻ മധ്യേ വഴിയവനൊരുക്കി തൻ ജനത്തെ വഴി നടത്തി, ശത്രു പിൻവന്നിടും അനേരം അവൻ കരം നമുക്കായി തുറന്നിടുമേ. ഫറവോനെ തകർത്ത നാഥൻ, യാഹവൻ നാഥൻ, ഫറവോനെ തകർത്ത നാഥൻ, യാഹവൻ നാഥൻ. സാധുക്കളിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല, ബലവാനെ തകർക്കും അവൻ.
സാധുക്കളിൻ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. ബലവാനെ തകർക്കും അവൻ. ശത്രു നിത്യം നിനക്കെതിരായി നിന്നിടിലും. ശത്രുക്കൾ മുൻപാകെ നിന്നെ കരുതിയിടുമേ. ശത്രു നിത്യം നിനക്കെതിരായി നിന്നിടിലും. ശത്രുക്കൾ മുൻപാകെ നിന്നെ കരുതിയിടുമേ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. ഫറവോന്യ മന്ത്രങ്ങളെ തകർത്ത കർത്താവായ യേശു നമുക്ക് വിരോധമായി വ്യാപരിക്കുന്ന മന്ത്രവാദത്തിന്റെ ശക്തികളെ തകർക്കും. ഇന്ന് പകൽക്കാലം ആരെങ്കിലും, എന്നെ കേൾക്കുന്ന, ഞങ്ങളെ ശ്രവിക്കുന്ന ആരെങ്കിലും മന്ത്രവാദ ശക്തിയാൽ ഭാരപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ, പ്രതിസന്ധികളാൽ ഭാരപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഏറ്റുപറയുക, ഫറവോന്യ മന്ത്രങ്ങളെ തകർത്ത നമ്മുടെ കർത്താവായ യേശു. മന്ത്രവാദം, എനിക്ക് വിരോധമായി, എൻ്റെ കുടുംബങ്ങൾക്ക് വിരോധമായുള്ള മന്ത്രവാദം, എൻ്റെ മേഖലകൾക്ക് നേരെയുള്ള മന്ത്രവാദത്തെ കർത്താവ് തകർക്കും. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. ഫറവോന്റെ മന്ത്രങ്ങളെ തകർത്ത നാഥൻ മന്ത്രവാദം തകർത്തിടുമേ. ഫറവോന്റെ മന്ത്രങ്ങളെ തകർത്ത നാഥൻ മന്ത്രവാദം തകർത്തിടുമേ. ഫലിക്കില്ല ആയുധങ്ങൾ നിനക്കെതിരായി. ക്രിസ്തുവാകും സേനാനാഥൻ കൂടെയുള്ളതാ. ഫലിക്കില്ല ആയുധങ്ങൾ നിനക്കെതിരായി. ക്രിസ്തുവാകും സേനാനാഥൻ കൂടെയുള്ളതാ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. ചെങ്കടലിൻ മധ്യേ വഴിയവനൊരുക്കി തൻ ജനത്തെ വഴി നടത്തി. ശത്രു പിൻവന്നിടും ആ നേരമാവൻ കാലം നമുക്കായി തുറന്നിടുമേ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. സാധുക്കളിൽ നിന്ന് പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അവൻ ബലവാനെ തകർക്കുന്ന ദൈവമാണ്. സാധുക്കളിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. ബലവാനെ തകർക്കും അവൻ. സാധുക്കളിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. ബലവാനെ തകർക്കും അവൻ. ശത്രു നിത്യം നിനക്കെതിരായി നിന്നിടിലും. ശത്രുക്കൾ മുൻപാകെ നിന്നെ കരുതിയിടുമേ. ശത്രു നിത്യം നിനക്കെതിരായി നിന്നിടിലും. ശത്രുക്കൾ മുൻപാകെ നിന്നെ കരുതിയിടുമേ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. ചെങ്കടലിൻ മധ്യേ വഴിയവനൊരുക്കി തൻ ജനത്തെ വഴി നടത്തി. ശത്രു പിൻവന്നിടും ആ നേരമാവൻ കാലം നമുക്കായി തുറന്നിടുമേ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. ഫറവോനെ തകർത്ത എൻ നാഥൻ, യാഹവേ നാഥൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ജയത്തോടെ നമുക്ക് ആരംഭിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് തിന്മയാണെന്ന് തോന്നും, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അതെല്ലാം നന്മയാക്കി തീർക്കും. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വീതിയോ നീളമോ ആഴമോ ഉയരമോ ഇതൊന്നും നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയത്തില്ല. ഒരിക്കൽ എഫേസ്യ സഭയ്ക്ക് വേണ്ടിയിട്ട് പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ
ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, കർത്താവെ, ദൈവസ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഉയരവും ഒക്കെ ഗ്രഹിക്കുവാൻ ഈ സഭയ്ക്ക് കൃപ കൊടുക്കണമേ എന്ന് തൻ്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ, ആ പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ അറിയുവാനും ക്രിസ്തുവിൻ്റെ നിറവിനോളം നിറഞ്ഞു വരുവാനും ഈ സഭയ്ക്ക് ദൈവമേ അങ്ങ് സഹായിക്കണമേ എന്ന് എഫേസ് സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. എഫേസർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവസ്നേഹത്തിൻ്റെ ആഴം ഭയങ്കരമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മകൾ സഹിക്കാൻ കഴിയുന്നൊരു ദൈവമല്ല. നമ്മുടെ ആ തിന്മയെല്ലാം കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ അത് നന്മയാക്കി തീർക്കും. ഭവനത്തിനകത്തിരുന്ന് പറയാമോ, കേൾക്കുന്ന എവിടെയാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് പറയാമോ, എൻ്റെ ജീവിതത്തിൻ്റെ തിന്മയെല്ലാം കർത്താവ് ആ ദൈവസ്നേഹം എന്നിലേക്ക് വരുമ്പോൾ എല്ലാം നന്മയായിത്തീരും. റോമർക്ക് എഴുതിയ ലേഖനം ഈ 8-ാം അധ്യായത്തിൽ തന്നെ 35 വാക്യങ്ങൾ മുതൽ നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ഏതിലാണ്? പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഉപദ്രവത്തിലും മരണത്തിലും ജീവനും, അങ്ങനെ സകല കാര്യങ്ങളിലും നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരമാണ് ജയമെടുക്കുന്നത്. ദൈവസ്നേഹം നമ്മെ ജയത്തിലേക്ക് നയിക്കുന്നതാണ്. ദൈവസ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം, ആഴമുയരം നീളം വീതി ആർക്ക് ഗ്രഹിക്കാം ഈ ഭൂവിൽ. ഇതൊരു പഴയ ഗാനമാണ്. ക്രിസ്തീയ കീർത്തനം നോക്കിയാൽ 364-ാമത്തെ പാട്ടാണ്. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ധ്യാനം. നിൻ പ്രേമത്താലെ നിറയുന്നേ എന്നുള്ളം ഇന്നേരം. സ്നേഹത്തിൻ്റെ കുറച്ചും കൂടെ ഡെപ്തിലോട്ട് ഇറങ്ങിയിട്ട് പാട്ടുകാരൻ പറയുക, മമ്മ മണാള നിൻ പ്രേമത്താലെ നിറയുന്നേ എന്നുള്ളം ഇന്നേരം. പ്രൈസ് ദി ലോർഡ്. ഈ ഗാനം നമുക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആശ്വാസത്തോടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഗാനം ഒന്ന് ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ജ്ഞാനം, ആഴം ഉയരം നീളം വീതി ആർക്കു ഗ്രഹിക്കാം ഈ ഭൂവിൽ, ആർക്കു ഗ്രഹിക്കാം. അതിശയമേ യേശുവിൻ സ്നേഹം, ആനന്ദമേ ആയതിൻ ജ്ഞാനം, ആഴം ഉയരം നീളം വീതി ആർക്കു ഗ്രഹിക്കാം ഈ ഭൂവിൽ, ആർക്കു ഗ്രഹിക്കാം. മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എന്നുള്ളമിന്നേരം, നിറയുന്നേ എന്നുള്ളമിന്നേരം. മറന്നു സ്വർഗ സുഖമഖിലവും നീ, അലഞ്ഞ എന്നെ മാറിലണപ്പാൻ മഹത്വമേ നിൻ നാമത്തിന്, മഹത്വമേ എന്നും എന്നേക്കും, മഹത്വമേ എന്നും. മറന്നു സ്വർഗ സുഖമഖിലവും നീ, അലഞ്ഞ എന്നെ മാറിലണപ്പാൻ മഹത്വമേ നിൻ നാമത്തിന്, മഹത്വമേ എന്നും എന്നേക്കും, മഹത്വമേ എന്നും. മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എന്നുള്ളമിന്നേരം, നിറയുന്നേ എന്നുള്ളമിന്നേരം. കാത്ത കൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കലങ്ങിയുള്ളം നീറും നേരം അരികിൽ വന്നേകി, ആശ്വാസം അരികിൽ വന്നേകി. കാത്ത കൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കലങ്ങിയുള്ളം
ആശ്വാസം അരികിൽ വന്നേകി. മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എന്നുള്ള മിന്നേരം, നിറയുന്നേ എന്നുള്ള മിന്നേരം. തളർന്ന നേരം തിരുഭുജമതിനാൽ താങ്ങിയെടുത്തു താതനോടിരുത്താൻ. തരുന്നേ നാഥ സമസ്തവും ഞാൻ മഹത്വ സേവയ്ക്കായി, മൽപ്രിയ മഹത്വ സേവയ്ക്കായി. തളർന്ന നേരം തിരുഭുജമതിനാൽ താങ്ങിയെടുത്തു താതനോടിരുത്താൻ. തരുന്നേ നാഥ സമസ്തവും ഞാൻ മഹത്വ സേവയ്ക്കായി, മൽപ്രിയ മഹത്വ സേവയ്ക്കായി. മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എന്നുള്ള മിന്നേരം, നിറയുന്നേ എന്നുള്ള മിന്നേരം. മറന്നാലും ഓരമ്മതൻ കുഞ്ഞിനെ മറക്കയിൽ ഒരു നാളും നീ എന്നെ വഹിച്ചല്ലോ. നിൻ ഉള്ളം കയ്യിൽ വാക്കുമാറാത്ത മഹേശ, വാക്കുമാറാത്ത. മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എന്നുള്ള മിന്നേരം, നിറയുന്നേ എന്നുള്ള മിന്നേരം. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കൂടെ കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ തളർന്ന സമയം നമ്മളെ തിരുക്കരത്താൽ താങ്ങിയ നമ്മുടെ കർത്താവ്, തിരുഭുജം അതിനാൽ താങ്ങിയെടുത്തവനായി നമ്മുടെ കർത്താവ്. ദൈവസ്നേഹം നമ്മുടെ ഹൃദയം നിറയട്ടെ. അടുത്ത ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം, മനോഹരമായിട്ടുള്ളൊരു ഗാനം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം ലോകം തരുന്നത് പോലെയുള്ളതല്ല. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിൻ്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ. കർത്താവിൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ട് ഈ ഗാനം കേൾക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല എങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നുവാ കടന്നുവാ. യേശു നിന്നെ വിളിക്കുന്നു.
ചുമക്കും യേശുവിങ്കൽ നീ കടന്നു വാ. തളർന്ന നിന്റെ അന്തരാത്മാ ക്ലേശം നീക്കും കടന്നു വാ, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. ലോകബന്ധം കൈവെടിയും ദ്രോഹിച്ചു നിന്നെ പുറന്തള്ളും പാവനൻ താൻ സ്നേഹത്തോടെ അരികിലുണ്ട്, കടന്നു വാ, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ, കടന്നു വാ. യേശു നിന്നെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നാൽ നിശ്ചയമായിട്ടും വലിയ ദൈവിക സമാധാനവും വിടുതലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പകരും. ഇത്രയും സമയം ഗാനങ്ങൾ ശ്രവിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തന്നല്ലോ. ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. തുടർന്നും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.